എത്ര മനോഹരമായ പ്രതികാര രീതിയാണ് ആ മഹാജീവിതം കാണിച്ചു തന്നത്. നമ്മൾക്കൊരവസരം കിട്ടിയാൽ നമ്മുടെ ശത്രുവിനെ നമ്മൾ വെറുതെ വിടൂ? നമ്മുടെ ശത്രുവിനെ നമ്മളെ അപമാനിച്ച മനുഷ്യന്, നമ്മളെ കരയിപ്പിച്ച മനുഷ്യന്, നമ്മളെ സങ്കടപ്പെടുത്തിയ മനുഷ്യന്, നമ്മൾക്കെതിരെ പലതും പറഞ്ഞു പരത്തിയൊരു മനുഷ്യന്, നമുക്കറിയാം അത് ആരൊക്കെയാണ് എന്ന്. ആ മനുഷ്യനോട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഭാവം എന്തായിരിക്കും, അതെന്താകണമെന്ന് റസൂൽ ഏറ്റവും മനോഹരമായി പഠിപ്പിച്ചു തരികയായിരുന്നു ആ താക്കോല് തിരിച്ചു കൊടുത്തപ്പോൾ. സന്തോഷങ്ങളൊക്കെ തിരിച്ചു വരികയായിരുന്നു. ശിശിരകാലം മുഴുവനും വസന്തകാലമാവുകയായിരുന്നു. വറ്റിവരണ്ട ആ ജീവിതത്തിൽ പൂക്കളും ചെടികളൊക്കെ പിന്നീട് വിടരുകയായിരുന്നു. വിക്ടർ ഫ്രാങ്കിളിൻ്റെ ഒരു പുസ്തകമുണ്ട്, നിങ്ങൾ വായിക്കേണ്ട പുസ്തകമാണ് കേട്ടോ. വിക്ടർ ഫ്രാങ്കിൾ എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അകപ്പെട്ട മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെങ്ങളെ അല്ലാത്ത മുഴുവൻ ആളുകളെയും ഇവർ കൊന്ന് ഇനി ജീവിക്കണമെല്ലാം തീരുമാനിക്കുകയാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുകയാണ്. ജയിലറയിൽ കിടന്ന് ഷേവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഞരമ്പ് മുറിക്കാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹം ഒരു ന്യൂറോ സർജനായിരുന്നു. ഒരു ന്യൂറോ സർജൻ അറിയാം ഏത് ഞരമ്പാണ് മുറിക്കേണ്ടതെന്ന്. പക്ഷേ വെളിച്ചമില്ല. മുകളിലേക്ക് കയറിയിട്ട് അദ്ദേഹം ഒരു ജനൽ തുറന്നു. ജനൽ തുറന്നിട്ട് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് പെട്ടെന്ന് ഋതുക്കൾ മാറിയിരിക്കണം. സീസണാകെ മാറിയിരിക്കുന്നു. യൂറോപ്പിൽ പെട്ടെന്ന് ഋതുമാറ്റങ്ങൾ സംഭവിക്കുമല്ലോ. ഇന്നലെ വരണ്ട് കിടന്ന മുറ്റത്താകെ ഇന്ന് പൂക്കളാണ്. അപ്പോഴാണ് വായിക്കുന്ന ചിന്തിക്കുന്ന ആ മനുഷ്യൻ ആലോചിച്ചത്, എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ സംഭവിക്കാമല്ലോ. ഇന്ന് വരണ്ട് കിടക്കുന്ന എൻ്റെ ജീവിതത്തിൽ നാളെ പൂക്കൾ വിടരാമല്ലോ എന്ന്. അങ്ങനെ വിടർന്ന പൂക്കളാണ് മക്കാ വിജയമടക്കമുള്ള റസൂലുള്ളാഹിയുടെ വിജയങ്ങൾ. പാഠങ്ങളാണ്. ആ ജീവിതം തന്നെ മഹാത്ഭുതമായി മാറുന്ന ആശ്ചര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തെ അതിൻ്റെ ഏറ്റവും ലാളിത്യത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. എന്തു ലഭിക്കുമായിരുന്നു, എത്ര ആനന്ദപൂർണമായൊരു ജീവിതവും സാധ്യമായിരുന്നു. അങ്ങനെ ജീവിക്കുന്ന ധാരാളം ആളുകൾ ചുറ്റുണ്ടായിരുന്നു. പക്ഷേ എല്ലാ അധികാരവും എല്ലാ ശക്തിയും കൈവന്നപ്പോഴും എത്ര കുലീനമായാണ് റസൂൽ അതിൽ നിന്ന് മാറി നടന്നത്. ഗിവ് വേ ദ മോസ്റ്റ് ഡിഗ്നിഫൈഡ് വേ എന്ന് പറയൂലേ, മാറിക്കൊടുക്കലാണ് ഏറ്റവും മഹത്തായ വഴിയെന്ന്. സൗകര്യങ്ങളോട്, ഐശ്വര്യസമ്പൂർണമായ ജീവിതത്തോട് റസൂൽ എത്ര ദൂരെ നിന്നാണ് ജീവിച്ചത് എന്ന് ആലോചിച്ച് നോക്കൂ. അതായിരുന്നു ആ ജീവിതം. ഏറ്റവും കുറച്ച് വിഭവങ്ങൾ കൊണ്ട് ഏറ്റവും സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് ജീവിത വിഭവങ്ങളോട് മാത്രമല്ല കേട്ടോ. നമ്മളൊക്കെ ജീവിത വിഭവങ്ങളോട് ചിലപ്പോൾ മതി എന്ന് പറയും. എനിക്കിത്ര പണം മതി, ഇത്ര മതി എൻ്റെ വാഹനം, ഇത്ര മതി എൻ്റെ വീട് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ വൈകാരികതകളോടുകൂടി അങ്ങനെ പറയാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. എനിക്കിത്ര സ്നേഹം മതി, ഇത്ര പരിഗണന മതി, ഇത്രയൊക്കെ എന്നെ ആളുകൾ പരിഗണിച്ചാൽ മതി, ഇത്രയൊക്കെ സ്ഥാനം മതി, നമ്മളങ്ങനെ വിചാരിക്കില്ല. വിഭവങ്ങളോട് മതിയെന്ന് പറയാൻ കഴിയുന്ന നമ്മൾ പലപ്പോഴും വൈകാരികതകളോട് മതിയെന്ന് പറയാൻ സാധ്യമാകാതെ പോകാറുണ്ടല്ലോ. റസൂൽ വൈകാരികതകളോടും പറഞ്ഞിരുന്നു മതിയെന്ന്. റസൂലിന് ആവശ്യമുള്ളത് മാത്രമേ റസൂൽ എടുത്തിട്ടുള്ളൂ. ഒരു വയലിൽ നിറയെ കതിർമണികളുണ്ടല്ലോ, പക്ഷേ പറവകൾ അവയ്ക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുള്ളൂ. വയറ് നിറയെ വേണമെങ്കിൽ എടുക്കാം, പക്ഷെ എടുക്കില്ല. അവയ്ക്ക് ഒരു ദിവസം ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് അവർ പോകും. കുലീനമായൊരു ജീവിത രീതിയാണ് അത്. മനുഷ്യനെ അത്രമേൽ റസൂൽ അടുത്തുനിന്ന് കണ്ടിരുന്നേ. മനുഷ്യൻ്റെ സങ്കടങ്ങളുടെ കൂടെ നിന്നല്ലേ ജീവിതത്തിൻ്റെ ആർഭാടങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കും. അതതിൻ്റെ ഒരു മനഃശാസ്ത്രമാണ്. അതുകൊണ്ടാണ് രോഗികളെ പോയി കാണാനൊക്കെ റസൂൽ പറയണത്. സങ്കടപ്പെടുന്നവരെ ശ്രദ്ധിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഒന്നുമില്ലാത്തവരെ പോയി കാണാൻ പറയുന്നത് കൊണ്ടാണ്. നിങ്ങൾ മുകളിലേക്ക് നോക്കല്ലേ, താഴെയുള്ളവരിലേക്ക് നോക്കുക എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. മനുഷ്യൻ്റെ വേദനകളുടെ അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന് ആർഭാടങ്ങൾ ചെറുതായി തോന്നും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനെ അത്ര അടുത്തുനിന്ന് കണ്ടിരുന്നു. മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് മനുഷ്യൻ്റെ ആവശ്യങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു
റസൂലിന്. ജാബിർ എന്ന സ്വഹാബിൻ്റെ കൂടെ റസൂൽ ഒരു ഒട്ടകപ്പുറത്ത് പോവുക. ആ ഒട്ടകം ജാബിറിൻ്റേതായിരുന്നു റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് റസൂൽ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന്. ജാബിർ എന്ന റസൂലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കല്യാണക്കാരി റസൂൽ അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് റസൂലിന് അതിൽ യാതൊരു പരിഭവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വൈകാരികതകളോട് മതിയെന്ന് പറയാൻ റസൂലിന് കഴിഞ്ഞിരുന്നു. എനിക്ക് ഇത്രയൊക്കെ മതി പരിഗണന. ജീവിത വിഭവങ്ങളോട് മതിയെന്ന് പറയണ പോലെ അല്ല അത് കേട്ടോ. അതിലേറെ കുറച്ചുകൂടി സഹനം ആവശ്യം വരും. അതിലൂടെ കുറച്ചുകൂടി ആത്മീയമായൊരു അച്ചടക്കം ആവശ്യം വരും. വൈകാരികതകളോടൊരു മനുഷ്യന് മതിയെന്ന് പറയാൻ. ആ സ്വഹാബിയുടെ കല്യാണം കഴിഞ്ഞ് എന്ന് റസൂൽ അറിയണത് ആ യാത്രയിൽ പിന്നീടെപ്പോഴോ ആണ് എന്നറിഞ്ഞിട്ടും റസൂൽ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഇപ്പം പ്രസക്തമല്ലാത്തത് കൊണ്ട് നമ്മൾ പറയേണ്ട കാര്യമല്ല. പക്ഷെ അദ്ദേഹത്തോട് റസൂലുള്ള ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങളുടെ ഈ ഒട്ടകം വിൽക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പറയാം, ഈ ഒട്ടകം എന്തിനാ റസൂലിന്? ഇത് പ്രായമേറെയുള്ളൊരു ഒട്ടകമാണ്, ഒന്നും കിട്ടില്ലതിന്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പൈസ ഒന്നും കിട്ടില്ല റസൂലെ. റസൂലിന് എന്തിനാണ് ഇതൊരു ഉപകാരം ചെയ്യാൻ പറ്റില്ല ഇതിനെ കൊണ്ട്. അപ്പോൾ റസൂലുള്ള അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ഒട്ടകത്തെ വിൽക്കണോ? ഞാൻ വാങ്ങും. അവസാനം അദ്ദേഹം സമ്മതിച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, റസൂൽ എനിക്ക് എത്ര തരും? റസൂൽ പറഞ്ഞു, 1 റുപ്യ തരും. അപ്പം അദ്ദേഹം പറയാണ്, റസൂൽ എന്നെ കളിയാക്കുക. ആ കച്ചവടം 40 രൂപയിൽ ഉറപ്പിച്ചു നമ്മുടെ കണക്കിൽ. അങ്ങനെ 40 രൂപയ്ക്ക് വാങ്ങിയ ഒട്ടകവുമായി റസൂൽ മദീനയിലേക്ക് ചെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ജാബിറിന് 40 രൂപ കൊടുക്കണം. ഞാൻ ഈ ഒട്ടകത്തെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വാങ്ങിയിരുന്നു, പിന്നെ ഈ ഒട്ടകവും കൊടുക്കണം, ഈ ഒട്ടകവും കൊടുക്കണം. റസൂലിന് ഒട്ടകം ആവശ്യമുണ്ടായിരുന്നില്ല, പക്ഷെ ജാബിറിന് പണം ആവശ്യമുണ്ടായിരുന്നു എന്ന് റസൂലിന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് അത് വായിച്ചെടുത്തു. അത്രയേറെ അടുപ്പമുണ്ടായിരുന്നു റസൂലിന് മനുഷ്യനോട്. ഓരോ ബന്ധങ്ങളോടും റസൂലിന് അത്രയേറെ ആഴമേറിയ അടുപ്പം തന്നെ ഉണ്ടായിരുന്നു. ഓരോ മനുഷ്യൻ്റെ ഈ സങ്കടങ്ങളെ അത്ര അടുത്തുനിന്ന് കണ്ടിരുന്നു. നമ്മൾ കല്യാണത്തെക്കുറിച്ച് പറയാറുണ്ടല്ലോ, കല്യാണത്തെക്കുറിച്ച് ദൈവികമായ തീരുമാനമാണ് എന്ന്. ജീവിതത്തിലെ എല്ലാ ബന്ധവും ദൈവികമായ തീരുമാനമാണ്. നമ്മൾ കണ്ടുമുട്ടുന്ന ഏതൊരു മനുഷ്യനും, അത് സുഹൃത്താവട്ടെ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഏത് ഭാവത്തിൽ കടന്നു വന്ന ഏത് പ്രായത്തിൽ കടന്നു വന്നൊരു മനുഷ്യനാകട്ടെ, എല്ലാം പടച്ചവൻ്റെ തീരുമാനമാണ്. കല്യാണത്തെക്കുറിച്ച് പറയണ ആ വാക്കുണ്ടല്ലോ, പടച്ചവൻ കൂട്ടി യോജിപ്പിച്ചതാണ് എന്ന്. ഓരോ സൗഹൃദവും അതാണ്. അതുകൊണ്ട് ആ സൗഹൃദത്തിന് ബലം കൂടും കേട്ടോ, അതിന് ശക്തി കൂടും, ഉത്തരവാദിത്വവും കൂടും. ഈയൊരു അകക്കാഴ്ച റസൂലിന് കൂടെയുള്ള ഓരോ മനുഷ്യനുമായുള്ള ബന്ധത്തിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നു. ഓരോ ചെറിയ മനുഷ്യനെയും റസൂൽ അറിഞ്ഞിരുന്നു, ഒരു ചെറിയ കുട്ടിയെപ്പോലും. വലിയ വലിയ മനുഷ്യരൊക്കെ എപ്പോഴും ആലോചിച്ചത് ചെറിയ ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ പറയില്ലേ വലിയ വലിയ മനുഷ്യന്മാർ, ഈ വലിയ വലിയ മനുഷ്യന്മാരൊക്കെ ആലോചിച്ചത് ചെറിയ ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാണ്. നിങ്ങൾ ഗാന്ധിജിയെ എടുത്തു നോക്കൂ, മദർ തെരേസയെ എടുത്തു നോക്കൂ, നിങ്ങൾക്ക് യോജിപ്പോ വിയോജിപ്പോ ഉള്ള കാൾ മാർക്സിനെ എടുത്തു നോക്കൂ. ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഏറ്റവും ആദ്യം വന്ന് അവസാനം പോയിരുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് യോജിക്കുക വിയോജിക്കുക ചെയ്യുക, അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അകക്കാഴ്ചയിൽ മുഴുവനും ഉണ്ടായിരുന്നത് ആരാണ്? അടിസ്ഥാന ജനവിഭാഗങ്ങളായിരുന്നു, പാവപ്പെട്ട മനുഷ്യനായിരുന്നു. സിദ്ധാന്തങ്ങളിൽ പിഴവൊക്കെ വന്നിട്ടുണ്ടാവും. മദർ തെരേസ ജനിക്കുന്നത് അൽബേനിയയിലാണ്. അൽബേനിയ എന്ന നാടിനൊരു പ്രത്യേകതയുണ്ട്. 1964 സഖാവ് സ്റ്റാലിന് അതിനെ മതരഹിത രാഷ്ട്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മതമില്ലാത്ത രാജ്യമാണ് അൽബേനിയ. ഇസ്മയിൽ ഖാലിദും മദർ തെരേസയുമാണ് അൽബേനിയയിൽ നിന്ന് പേര് കേട്ട വളരെ പ്രഖ്യാതരായ 2 ആളുകൾ. ആ മദർ തെരേസ ജീവിക്കുന്നത് എവിടെയാണെന്നറിയോ? ഇന്ത്യയിലാണ്. അതിനകത്തുള്ളൊരു തമാശയുണ്ട്. ദേശീയതയുടെ പേരിലുള്ള എല്ലാ വഴക്കുകളുണ്ടല്ലോ, അതൊന്നും വലിയ മനുഷ്യന്മാർക്ക് ബാധകമല്ല. ദേശീയത എന്നത് ചെറിയ ചെറിയ മനുഷ്യന്മാർക്ക് വഴക്ക് കൂടാനുള്ളതാണ്. ONVയുടെ ഒരു കവിതയിൽ കുട്ടി അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് അച്ഛാ ഭൂപടത്തിൽ ഇങ്ങനെ കുത്തിവരച്ചത്? കുറേ കുത്തിവരകളാണല്ലോ ഈ ഗ്ലോബിൽ.
ഗ്ലോബാകെ വരകളാണ്. ഇതാരാണ് വരച്ചത്? അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, തീർച്ചയായും മോനെ അത് ദൈവമല്ല, നമ്മൾ വരച്ചതാ. എന്നിട്ട് അതിൻ്റെ പേരിൽ വഴക്കിടുന്നതോ അതും നമ്മളാ. വലിയ വലിയ മനുഷ്യന്മാർക്ക് ബാധകമല്ലാത്തൊരു കാര്യമായിരുന്നു ദേശീയതയുടെ പേരിലുള്ള വഴക്ക്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ദേശീയ ഗാനം എഴുതിയ ടാഗോർ ബംഗ്ലാദേശിനും ദേശീയ ഗാനം എഴുതിയത്, അല്ലേ? അതുകൊണ്ടാണ് അൽബേനിയയിൽ ജനിച്ച മദർ തെരേസ കൽക്കത്തയിലെ തെരുവിലെ പാവങ്ങളുടെ തൊണ്ടയിലേക്ക് അന്നവുമായി ഓടിയെത്തിയത്. വലിയ വലിയ മനുഷ്യരുടെ എക്കാലത്തെയും സങ്കടം ചെറിയ ചെറിയ മനുഷ്യന്മാരായിരുന്നു. ചമ്പാരൻ എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഗാന്ധിജിയുടെ സമരം ആരംഭിക്കുന്നത്. നിങ്ങൾ കേട്ടതായിരിക്കും. ചമ്പാരനിലെ ആളുകളുടെ കൃഷി എന്ന് പറയുന്നത് ചോളവും കടുകും ഒക്കെ ആയിരുന്നു. അപ്പോഴാണ് ബ്രിട്ടീഷുകാർ അവരോട് പറഞ്ഞത്, ഇനി നീലം മാത്രം കൃഷി ചെയ്യണം. നീലം മാത്രം കൃഷി ചെയ്യും വേണം, ബ്രിട്ടീഷുകാർ പറയുന്ന വിലക്ക് വിൽക്കുകയും വേണം. ആ നാട്ടുകാരാകെ പ്രയാസത്തിലാവുക. അപ്പോഴാണ് ഗാന്ധിജിയുടെ അടുത്ത് വന്നിട്ട്, ഗാന്ധിജി അന്ന് ഗാന്ധിജി ആയിട്ടില്ല, അവർ സങ്കടം പറയുന്നത്. ഗാന്ധിജി ആദ്യം അത് ഏറ്റെടുക്കാൻ ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ഗാന്ധിജി ചമ്പാരനിലെ ഗ്രാമങ്ങളുടെ കർഷക സമരം ഏറ്റെടുക്കാൻ ഒരുങ്ങി ചമ്പാരനിലേക്ക് പോകാൻ നിന്നപ്പോഴാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഗാന്ധിജി അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. ഗാന്ധിജി വയലേറ്റ് ചെയ്തു, നിയമം ലംഘിച്ചു. അങ്ങോട്ട് ചെന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഗാന്ധിജിയെ സ്വീകരിക്കാൻ വേണ്ടി ആനയുമായിട്ട് അവർ വന്നത്. ആനപ്പുറത്തേറി ആ ഗ്രാമത്തിലൂടെ പോകുമ്പോൾ ഗാന്ധിജി ആത്മകഥയിൽ എഴുതുന്നുണ്ട്, ഞാൻ പിറകിലേക്ക് നോക്കി, ഞാൻ എൻ്റെ രാജ്യത്തെ കണ്ടു. ബ്രിട്ടീഷുകാരൻ്റെ കയ്യിലുള്ളതിനേക്കാൾ വലിയ ശക്തി ഇന്ത്യയിലെ ഗ്രാമങ്ങളിലുണ്ട് എന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞത് ചമ്പാരനിൽ വെച്ചായിരുന്നു. ആ സാധാരണക്കാരനായ മനുഷ്യനാണ് സ്വാതന്ത്ര്യ സമരം വിജയിപ്പിച്ചത് ആ സാധാരണക്കാരനായ മനുഷ്യൻ തന്നെയാണ് അടിയന്തരാവസ്ഥയെ പരാജയപ്പെടുത്തിയതും. ഈ ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ്റെ സങ്കടങ്ങളെ കാണാൻ വലിയ മനസ്സ് വേണം. അതുകൊണ്ടാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലുണ്ട്, പ്രവർത്തനങ്ങളിലുണ്ട്, ആജ്ഞാപനങ്ങളിലുണ്ട്, ജീവിത രീതികളിലുണ്ട്, എല്ലാമുണ്ട് അവനവനേക്കാൾ വളർന്ന ഒരു മാനവികത, സ്വന്തത്തെക്കാൾ ഉയരത്തിൽ വളർന്നൊരു മാനവികത. അതുകൊണ്ടാണ് പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ട് റസൂൽ പട്ടിണി കിടന്നുറങ്ങിയത്. ഒരു രാത്രിയല്ല, എത്രയോ രാത്രികൾ. പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കൊടുത്ത് പട്ടിണി കിടന്നുറങ്ങി. ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് ടു സീരിയസ്ലി എന്ന് പറയില്ലേ, നിങ്ങൾ വലിയ ഗൗരവത്തിലെടുക്കരുത്. നമ്മളെ വലിയ ഗൗരവത്തിലെടുക്കണ സമയമുണ്ടല്ലോ, അവിടെ പല പ്രശ്നങ്ങളും വരും. പറ്റേ അവഗണിക്കുക എന്നുള്ളതല്ല. ടെലിഫോൺ കണ്ടുപിടിച്ച ഗ്രഹാംബൽ ഒരിക്കൽ പോലും ആ ടെലിഫോണിൽ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല. എന്തുകൊണ്ടായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ചെവിയും കേൾക്കില്ലായിരുന്നു. പിന്നെ ആർക്ക് വേണ്ടിയാണ് ആ മനുഷ്യനത് കണ്ടുപിടിച്ചത്? ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് ടു സീരിയസ്ലി. അവനവനവക്കാൾ ഉയരത്തിൽ മറ്റു മനുഷ്യരെ കാണാൻ കഴിയുന്ന മഹത്വമുണ്ടല്ലോ, ആ മഹത്വമാണത്. ലളിതമെന്ന വാക്കിന് നിങ്ങൾ ശബ്ദധാരാവലിയിൽ അർത്ഥം നോക്കിയാൽ സുന്ദരം എന്നൊരർത്ഥം ഉണ്ടാവും. അതെങ്ങനെയാണ് ലളിതം എന്നതിന് സുന്ദരം എന്ന അർത്ഥം കിട്ടുന്നത്? ലളിതമായതെല്ലാം സുന്ദരമാണ്. നമ്മുടെ മനസ്സിനെ അത്രയേറെ തൊട്ടിട്ടുള്ള ഏതൊരു മനുഷ്യനെ നിങ്ങൾ എടുത്തു നോക്കൂ. അത് നിങ്ങളുടെ അധ്യാപകരാകാം, കൂട്ടുകാരാകാം, വഴിയിൽ വെച്ച് കണ്ടൊരു മനുഷ്യനാകാം, ബസ്സിൽ വെച്ച് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കണ്ടുമുട്ടിയൊരു മനുഷ്യനാകാം. നമ്മുടെ മനസ്സിൽ പതിയുന്നത് ആരാണ്? ഒരു രാവന്തിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ബാക്കിയാകുന്നത് ആരാണ്? ഓർമ്മിക്കപ്പെടാൻ യോഗ്യതയുള്ളവരാരാണ്? ലാളിത്യമുള്ള മനുഷ്യരാ. ആ ലാളിത്യത്തിൻ്റെ എല്ലാ ഭംഗിയും, എല്ലാ അഴകും, എല്ലാ സൗന്ദര്യവും ഉണ്ടായിരുന്നു ഹബീബായ റസൂലിൻ്റെ ജീവിതത്തിൽ. എല്ലാ ബന്ധങ്ങൾക്കും റസൂലിൻ്റേതായ ഒരു രസതന്ത്രമുണ്ടായിരുന്നു. നയതന്ത്രപരമായൊരു കൂടിക്കാഴ്ചയായിരുന്നു. ആ സദസ്സിലേക്ക് ആരും വരരുത് എന്ന് റസൂൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടൊരാൾ വന്നു, അല്ലേ? അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം. അദ്ദേഹം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. റസൂൽ അദ്ദേഹത്തിന് പ്രത്യഭിവാദ്യം ചെയ്തെങ്കിലും റസൂലിന് ഇഷ്ടപ്പെട്ടില്ല ആ വരവ്. അനിഷ്ടം വാക്കുകൊണ്ട് പ്രകടിപ്പിച്ചിട്ടില്ല. ആകെ സംഭവിച്ചത് റസൂലുള്ളാഹിയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞിട്ടേ ഉള്ളൂ. നെറ്റി ചുളിക്കുക എന്നുള്ളതിന് അറബിയിൽ അബസ എന്ന് പറയുക, അല്ലേ?
അബസ എന്ന പേരിൽ ഒരു അധ്യായമാണ്. പിന്നീട് എപ്പോഴൊക്കെയാണോ ആ സ്വഹാബിയെ കാണുന്നത് അപ്പോഴൊക്കെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വാരിപ്പുണരും. നിങ്ങളെൻ്റെ ഉടപ്പിറപ്പാണ് കേട്ടോ അബ്ദുള്ള, നിങ്ങളെൻ്റെ സഹോദരനാണ് കേട്ടോ അബ്ദുള്ള. അന്ധനായൊരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ എത്ര ചുവടുകളാണോ നടക്കാൻ നമ്മൾ അദ്ദേഹത്തെ സഹായിക്കുന്നത്, അത്രയും ചുവടുകളുടെ എണ്ണം പാപം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുമെന്ന് ആ വലിയ വെളിച്ചം നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? മനുഷ്യൻ്റെ പക്ഷത്ത് നിൽക്കുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ. റസൂലുള്ളാഹിയുടെ നെറ്റി ചുളിഞ്ഞ കാര്യം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അതുകൊണ്ട് യാതൊരു വിഷമം ഉണ്ടായിട്ടില്ല. കാരണം അത് കാണാനുള്ള കണ്ണ് ആ പാപം മനുഷ്യനില്ലല്ലോ. ഇനി അദ്ദേഹം അത് കണ്ടിരുന്നെങ്കിലും അദ്ദേഹത്തിന് വിഷമമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നെങ്കിലും അദ്ദേഹത്തിന് അത് വിഷമമൊന്നും ഉണ്ടാവില്ല. ഒരിക്കലും അത് അന്ധനായ മനുഷ്യനോട് ചോദിച്ചിരുന്നു, അങ്ങനെ വിഷമം ഉണ്ടാവില്ലേ നിങ്ങൾക്ക്? അവർ പറയാണ് വിഷമം ഉണ്ടാവില്ല, ശീലമില്ലേ. അവഗണനശീലമായ മനുഷ്യരെ, നിന്ദശീലമായ മനുഷ്യരെ. പക്ഷേ ആകാശത്ത് നിന്ന് അള്ളാഹു ഇടപെടുകയാണ്, റസൂലെ ശരിയായില്ല കേട്ടോ. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ റസൂലിനെ അള്ളാഹു തിരുത്തുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? ആ പാപം സ്വഹാബിക്ക് വേണ്ടിയിട്ട്. മനുഷ്യൻ്റെ അത്രയേറെ അടുത്ത് നിൽക്കാൻ, മനുഷ്യനെ പരിഗണിക്കാൻ, മനുഷ്യനെ വിഷമിപ്പിക്കാതിരിക്കാൻ അള്ളാഹു റസൂലിന് ശിക്ഷണം നൽകിയിരുന്നു.